വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാനുമായിട്ടുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പ് ഇന്ന് നടത്തിയിരിക്കുകയാണ്. 2 തവണ മാതാവ് ഷെമിയുമായി പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. ഈ 2 തവണയും മകനാണ് ഈ തെറ്റുകൾ ചെയ്തതെന്നോ മകനാണ് തന്നെ ഉപദ്രവിച്ചതെന്നോ ഷെമി പറയുന്നില്ല. എന്തായിരിക്കും ശ്രീതേത്? അത് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ്. തുടക്കം മുതൽ തന്നെ അവർ ഈ അഫാന്റെ ഉമ്മ മകനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം കുടുംബക്കാരെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഈ അഫാന്റെ അനിയനെ അഫാൻ കൊലപ്പെടുത്തിയതായും ഈ കാമുകിയെ കൊലപ്പെടുത്തിയതായും ബന്ധുക്കളെ കൊലപ്പെടുത്തിയതായും എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ കൗൺസിലിങ്ങിന്റെ സഹായത്തോടു കൂടി തന്നെ ആ ഉമ്മയെ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടം എത്തിയപ്പോഴാണ് പോലീസ് തുടക്കം എന്തായാലും ചിലപ്പോൾ ഈ കാര്യങ്ങൾ അറിയില്ല എന്ന് കരുതി ഒരു മകനല്ലേ എന്നൊരു ധാരണയിൽ ചിലപ്പോൾ ആ അമ്മ പിന്തുണച്ചിരിക്കാം. കാരണം ആദ്യമായി തന്നെ അവർ പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റത്. അതെ, മകൻ എന്നെ ഒന്നും അങ്ങനെ ആ മകനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. ആ ഇളയ മകനെ കുറിച്ചായിരുന്നു അവർ തുടക്കം പോലീസിനോട് ചോദിച്ചതും ബന്ധുക്കളോട് ചോദിച്ചതും. മൂത്ത മകനെ കുറിച്ച് അങ്ങനെ കാര്യമായി ചോദിക്കുന്ന ഒരു പതിവ് അവർക്കില്ല. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ അവർ ഇപ്പോൾ എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് പോലീസ് എത്തി ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വീണ്ടും മൊഴിയെടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവർ വീണ്ടും പറയുകയാണ്, അതിലേറ്റവും ഈ വീണ് പരിക്കേറ്റ കാര്യം അവർ പറയട്ടെ, മറ്റൊരു കാര്യം എന്റെ മകനെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല, അവൻ ആരെ ഉപദ്രവിക്കില്ലെന്നാണ്. അത് മാത്രമല്ല പറഞ്ഞത്, എനിക്ക് എന്റെ മകനെ കാണണം, എന്റെ മകനെ രക്ഷിക്കണേ, എന്റെ ഇളയ കുട്ടി, എന്റെ ഒരു കുഞ്ഞ് എനിക്ക് നഷ്ടമായി, ഇനി എനിക്ക് മറ്റൊരു മകനെയും കൂടെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അവനെ എനിക്ക് തിരികെ വേണം എന്ന് പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട്. ഇവർ ഈ സ്ത്രീയിൽ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ ആ ഉമ്മയെ എല്ലാവരും പിന്തുണച്ചിരുന്നു. ഈ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ആദ്യം പറഞ്ഞിരുന്നില്ലേ, എൻ്റെ മകൻ അങ്ങനെ ഒന്നും കഴിയില്ല, ഞാൻ കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റെന്ന്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ 5 കൊലപാതകം നടത്തിയിട്ടും ഈ സ്ത്രീ എന്തുകൊണ്ട് ആ പ്രതിയെ പിന്തുണയ്ക്കുന്നു, അവർക്ക് ആ പ്രതിക്ക് അനുകൂലമായി മൊഴി നൽകുന്നു? പക്ഷെ ഇതിനെതിരെ എന്തായാലും അഫാന്റെ പിതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. അതെ, പിതാവ് എന്നൊരു സ്വകാര്യ ചാനൽ എന്ന് ചോദിച്ചപ്പം പിതാവ് പറഞ്ഞത് അത് ആ ഒരു ചാനൽ ലഹരി വിരുദ്ധ പ്രവർത്തനം ഒരു ഇതുമായിട്ട് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴാണ് അഫാന്റെ പിതാവിനെ കാണുന്നത്. പിതാവിനോട് ചോദിച്ചു, എന്താണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചത്, കടമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം അദ്ദേഹത്തിന് അറിയില്ല. എന്തായാലും ഈ അഫാന്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആരോപണമാണ് ഈ സ്ത്രീക്ക് മാത്രം 65 ലക്ഷത്തിലധികം കടമുണ്ട്. 30 ലക്ഷം എന്നാണ് അഫാന്റെ പിതാവ് ഇപ്പൊ നിലവിൽ പറയുന്നത്. അദ്ദേഹത്തിന് അറിയാവുന്ന അറിവ് 30 ലക്ഷമാണ്. ഈ 30 ലക്ഷം എങ്ങനെ ഉണ്ടായെന്ന് അറിഞ്ഞൂടാ. ഒരു പ്രവാസിയായിരുന്നു അദ്ദേഹം. 7 വർഷത്തോളമാണ് വിദേശത്ത് ജോലി ചെയ്തിരുന്നത്. അപ്പൊ ഈ 7 വർഷവും അദ്ദേഹം ഉണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം ഇവിടെ അയച്ചു കൊടുക്കുകയും ഈ പറഞ്ഞതുപോലെ ബാങ്കിൽ ഉണ്ടായിരുന്ന കടങ്ങൾ, ലോണ് ക്ലോസ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാം അദ്ദേഹം കോവിഡിന്റെ സമയത്ത് തന്നെ അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇത് ആ ലോൺ ക്ലോസ് ചെയ്തില്ല. അതിൻ്റെ പലിശയും മാത്രമല്ല പലയിടത്തുനിന്നും പലിശയ്ക്ക് വാങ്ങാൻ പോകുമായിരുന്നു ഷെമി. കൂട്ടുപിടിക്കുന്ന അഫാനെയായിരുന്നു. അഫാനല്ല വാങ്ങിക്കാൻ പോകുന്നത്, ഷെമിയാണ്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഇനി മറ്റാരെങ്കിലും ഇവരെ ബ്ലാക്ക്മെയിലിങ്ങോ മറ്റെന്തെങ്കിലും? അവരുടെ ആഡംബര ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ പിതാവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിതാവ് പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വലിയ കടങ്ങളൊന്നുമില്ല, ചെറിയ സാമ്പത്തികമായി എല്ലാ കുടുംബത്തിനും ഉള്ളതുപോലെ തന്നെ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അത് പരമാവധി താൻ തന്നെ മുൻകൈ എടുത്ത് വീട്ടുന്നു എന്നെല്ലാം പറയുമ്പോഴും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു നിഗൂഢത തുടരുകയാണ്. അത് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇനി അത് പോലീസിനെ വിമർശിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തുടക്കം എല്ലാ പോലീസിനും ഒരു സംശയം ആലോചിച്ചു. ഇത്രയേറെ പല പലിശക്കാരിൽ നിന്നാണ് ഇവർ കടം വാങ്ങിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇവർക്ക് അത് ചെറിയ ചെറിയ എമൗണ്ടുകൾ, കുറച്ചധികം വലിയ എമൗണ്ടുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രൂപ ഇങ്ങനെ വാങ്ങിക്കേണ്ടുന്ന കാര്യം ഇവർക്കുണ്ട്. അത്ര വലിയ ചെലവുകളില്ല. എന്നാൽ അഫാന് വലിയ ആർഭാടം ഇല്ലെന്നാണ് മറ്റുള്ളവരും ബന്ധുക്കാരൊക്കെ പറയുന്നത്. അഫാൻ ഒരു സാധാരണ വ്യക്തിയാണ്, വലിയ പ്രശ്നക്കാരനോ ഒരു പെറ്റി കേസ് പോലും എൻ്റെ മകന്റെ പേരിൽ ഇല്ലാന്ന് ഇന്ന് അഫാന്റെ പിതാവ് പറഞ്ഞു. ശരിയാണ്. അപ്പം മറ്റുള്ള മയക്കുമരുന്നോ മദ്യമോ ഇങ്ങനെ കൊണ്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഷെമി എന്തിനാണ് ഇത്തരത്തിൽ കടം വാങ്ങിക്കാൻ പോകുന്നത്? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ പുറകുവശത്തുണ്ടോ? അമ്മയ്ക്കും മകനും മാത്രം അറിയാവുന്ന എന്തെങ്കിലും പുറകുവശത്തുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അഫാന്റെ പിതാവിന് യാതൊന്നും അറിയില്ല, ബന്ധുക്കാർക്കൊന്നും അറിയില്ല. ബന്ധുക്കാരോട് പോലും ഷെമി ചോദിച്ചിരുന്നു, ഇങ്ങനെ കടം
തരണമെന്നുള്ളത്. അപ്പോൾ അവരത് നിരസിച്ചതിനാണ് ഷെമി പലപ്പോഴും ഇരുന്ന് പറഞ്ഞത് അവരോട് ഒരു ശത്രുതയും ഒക്കെ ഷെമിക്കുണ്ടായിരുന്നു. ഷെമി ഇത് മകനുമായിട്ടെല്ലാം ചർച്ച ചെയ്യുമായിരുന്നു, എല്ലാ കാര്യങ്ങളും അഫാനുമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അവസാനം ഒരു തീരുമാനത്തിലെത്തി നമുക്ക് മരിക്കാമെന്നുള്ളത്. ഈ മരിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും 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 ഇവർക്ക് ഈ ഒരു സാമ്പത്തിക ആവശ്യമുള്ളത് കൊണ്ട് തന്നെയല്ലേ. അപ്പോൾ ആരെങ്കിലും ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് മറ്റാരും അറിയാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളതല്ല ഇനി പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവമുണ്ടല്ലോ. ഈ അന്ന് ഈ കൊലപാതകങ്ങളുടെ തുടക്കം ഈ അഫാൻ ആദ്യം ആക്രമിക്കുന്നത് ഈ ഉമ്മയാണ്. അതിനുശേഷമായിരുന്നു ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഈ പ്രതി പുറത്തു പോവുകയും വീണ്ടും തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് ബോധമുണ്ട്, അങ്ങനെ വീണ്ടും ചുറ്റിക കൊണ്ട് അമ്മയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വീട്ടിൽ ഇനി അന്ന് ആ ദിവസം രാവിലെ എണീച്ച ശേഷം ഇവർ തമ്മിൽ തർക്കമുണ്ടോ, അഫാന്റെ പെരുമാറ്റം എന്തായിരുന്നു, അഫാന് മറ്റ് ഈ പെൺകുട്ടിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ പെൺകുട്ടി അവിടെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ഈ ഉമ്മയ്ക്ക് മാത്രമാണ്. പക്ഷെ പോലീസ് എന്തുകൊണ്ടോ ഈ ഉമ്മയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. ഈ ഉമ്മയ്ക്ക് അവർക്ക് പറയാനുള്ള അവസരമുണ്ട്, പക്ഷെ അവർക്ക് എല്ലാത്തിനും ഒരു പരിധിയില്ല. ഉമ്മയ്ക്ക് ആദ്യം മകനെ കാണണ്ട എന്ന് തന്നെയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ മകനെ കാണണം എന്ന് ബന്ധുക്കാരോട് അറിയിച്ചിട്ടുണ്ടെന്ന്. അല്ല, കാണണ്ടെന്ന് പറയുമ്പോഴും അവിടെ ഉമ്മ സംരക്ഷിക്കുന്നത് മകനെയാണ്. അങ്ങനെ മകനെ കാണണ്ടെന്ന് പറയുമ്പോഴും മറ്റൊരു ചോദ്യമുണ്ടല്ലോ, എങ്ങനെയാണ് തലയ്ക്ക് പരിക്കേറ്റത്, ഇങ്ങനെ അമിതമായി പരിക്കേറ്റത് എങ്ങനെയാണ്, തലയ്ക്ക് അടികിട്ടിയത് എങ്ങനെയാണ് എന്നുള്ള പല വിവരങ്ങളും ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് വേണേൽ പോലീസിനോട് പറയാമായിരുന്നു. അപ്പോഴും ആ സ്ത്രീ സംരക്ഷിക്കുകയാണ്. അതെല്ലാം പോട്ടെ, ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധമാണ്. എപ്പോഴും ഒരു കൊലക്കേസിൽ പ്രതിയായാൽ പോലും പല സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ആ സമയം തന്നെയാണ് നാം മറ്റൊരു വാർത്തയും കണ്ടിരുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് സ്വന്തം മകൻ ലഹരി കേസിൽ പിടികൂടുമ്പോൾ ആ മകനെതിരായി മകൻ എന്താണോ മകൻ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, ആ കുറ്റം എന്താണെന്ന് കേൾക്കുക, അത് പൊതുസമൂഹത്തോട് തുറന്നു പറയുക, മകനെ തിരുത്താനുള്ള ശ്രമം നടത്തുക. അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴാണ് ആ പിതാവിന് കയ്യടി കിട്ടുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു രീതിയാണ്. പക്ഷെ തുടക്കം എല്ലാവരും ഈ ഉമ്മയെ സപ്പോർട്ട് ചെയ്തു. ചിലപ്പോൾ ഒരു മകനുമായി എനിക്ക് തോന്നുന്നു ശ്രീത്തെ, ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്തു, നമ്മൾ കാരണമാണ്, ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ മകൻ അതിൽ പെട്ടതെന്നുണ്ടെങ്കിൽ എനിക്കൊരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാകും അല്ലേ. അത് അതും പോയിട്ട് മറ്റൊരു മകൻ അവിടെ കൊല്ലപ്പെട്ട് മറ്റൊരു മകൻ ഈ രണ്ട് മക്കളും, എല്ലാ അമ്മമാർക്കും എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഞാൻ കാരണമാണ് തൻ്റെ മകൻ ഇങ്ങനെ ചെയ്തു, ഞാൻ കാരണമാണ് മറ്റൊരാൾ ഇങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിനെ നമുക്ക് ബാധിക്കും അല്ലേ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ ഒരാൾ ആക്രമിച്ചു, അത് എൻ്റെ മകനായിക്കോട്ടെ, എൻ്റെ ഭർത്താവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആയിക്കോട്ടെ, എന്നെ ആക്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ വ്യക്തിയോട് ഒരു ഭയമാണ് ഉണ്ടാകുന്നത് അല്ലേ. പക്ഷെ ഷെമി അതല്ല കാണിക്കുന്നത്, വീണ്ടും ഒരു അമ്മ മകൻ സ്നേഹമാണ്, ഒരു കനിവാണ് മകനോട് കാണിക്കുന്നത് അല്ലേ. അപ്പൊ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഇതൊന്നുമല്ല ശരിക്കും ഷെമിയെ നന്നായി ഒന്ന് ചോദ്യം ചെയ്താൽ എന്താണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് കൃത്യമായിട്ട് വരും. എന്തിനു മകനെ ഇപ്പം കാണണമെന്ന് അവർ വാശി പിടിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ത്? കാരണം ഒരു പിതാവാണ്, 7 വർഷം തൻ്റെ മക്കളെ കാണാതെ വന്ന ഒരു പിതാവാണ്. ആ ഇളയ കുട്ടി എനിക്കൊന്ന് 7 വർഷം ഒന്നാകുമ്പോൾ അതിൻ്റെ ചെറുപ്രായത്തിലെങ്ങാണ്ട് കണ്ടിട്ട് പോയതായിരിക്കും. അപ്പൊ ആ പിതാവിനില്ലാത്ത ഒരു അമ്മയ്ക്ക് ഉണ്ടാവേണ്ടുന്ന കാര്യമല്ലേ ആദ്യം നമ്മളൊന്ന് നോക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഇനി പ്രതിസന്ധിയിലാകാൻ പോകുന്ന പോലീസാണ്. ഈ ഉമ്മയ്ക്കെതിരെ ആ വാക്കുകളിൽ തന്നെ, ആ ചാനലിലെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്, പിതാവ് മാതാവിനെതിരെ തിരിയുകയാണ്. ഇതിൽ പല ഗൂഢാലോചന ഉണ്ടെന്നും പല സംശയങ്ങളും ഉള്ളതായും ഈ ബാപ്പ തന്നെ, അഫാന്റെ ബാപ്പ തന്നെ ആരോപിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അതിനാൽ തന്നെയാണ് ഈ സ്ത്രീയെ കൂടുതൽ ചോദ്യം ചെയ്യാനും ചിലപ്പോൾ അവസാന ഘട്ടത്തിൽ വലിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയാക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അഫാനെ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്ന കുറച്ച് നാളുകളായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമാണ് കുടുംബത്തെ വിളിച്ചിരുന്നത്. പക്ഷെ അപ്പോഴും മകനും അച്ഛനും തമ്മിൽ നല്ല ബന്ധമാണ്. അഫാൻ അങ്ങനെ മോശമായ ഒരു പയ്യനോ അല്ലെങ്കിൽ മദ്യപിച്ച് നടക്കണം അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവങ്ങളും ഇല്ല എന്ന് പിതാവ് ഇപ്പോഴും പറയുന്നുണ്ട്. എൻ്റെ മകൻ നല്ലത് തന്നെയാണ്, അവന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലെന്നാണ് പിതാവ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മകനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യം എന്ത്? ഇത്രത്തോളം കടം വാങ്ങിക്കാനുള്ള കാര്യം എന്ത്? ഇന്നും ആ ഒരു ചാനലിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ അഫാന്റെ പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ്, അത് പോലീസ് കണ്ടെത്തണം. ഇത് തന്നെയാണ് അഫാന്റെ പിതാവും പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നു, മറ്റുള്ളവർക്ക്
പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടാണ് അദ്ദേഹം പറയുന്നത്. 7 വർഷത്തോളം ഞാൻ വിദേശത്തായിരുന്നു, അപ്പം ഞാൻ അങ്ങനെ മാറി നിന്നത് കൊണ്ടായിരിക്കും. കാരണം ഒരു ആൺകുട്ടിയാകുമ്പം ഒരച്ഛൻ്റെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടേണ്ടുന്ന സമയമാണ്. ചിലപ്പോൾ മേ ബി ഇതേപോലെ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ അവന് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാത്ത എന്തെങ്കിലും ആവാം. അപ്പം ഈ 7 വർഷം മാറി നിന്നതിൻ്റെ ഒരു താങ്ങ് അല്ലെങ്കിൽ ഒരു തണൽ എന്തോ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരു അനാഥത്വം അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയാലും ഇത് നേരെ തിരിയേണ്ടത് എനിക്ക് തോന്നുന്നു അഫാന്റെ അമ്മയിലേക്ക് തന്നെയാണ്, അല്ലേ? തീർച്ചയായും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക.